ഹായ്, അപ്പൊ ഇന്നത്തെ വീഡിയോ തരുമ്പോതാ ഈ ജാതി വലിപ്പുള്ള ചക്കപ്പണ്ണന്മാര് കണ്ടില്ലേ? ഇതാ ഇങ്ങനെയുള്ള ചക്കപ്പണ്ണന്മാരെ പൊടിക്കണ വീഡിയോ ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു വലിയ ബടാ കണ്ണനുണ്ട് ഇതില്. ഇവിടെ കണ്ണനോടെ അതാണ്ടില്ലേ, അവിടെ ചെയ്യാൻ പോയിട്ടില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ വരുമ്പോതാ ഇത്രയും വലിപ്പുള്ള മീനുകളെ നമ്മള് ഇത് 3 വലയിൽ കിട്ടിയോ. ഇത് ഇതാ ഒരു വലയിലുള്ളതാണ്, ഇത് നമ്മൾ എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മള് ഇവിടെ കൂട്ടിട്ട മീനാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വരുമ്പോ അതാണ്, എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ, വെറുതെ ആവൂല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത് വലിയ മീനുകള്, ചെറിയ മീനുകളുടെ കൊട്ടിയിൽ വേറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോയാലോ. ബാസിയാക്സിന്റെ പുതിയൊരു ഫിഷിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ചൂട് കാരണം പുഴകളൊക്കെ വെള്ളം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുള്ളത് ഭാരതപ്പുഴയിലാണ്. നമ്മൾ ആഷിക്കും റസാക്കും അതേപോലെ തന്നെ ഷാഫി കുറച്ചുകൊണ്ട് പോയതാണ്. അപ്പം ഇന്ന് ഞങ്ങളാണ് മീൻ പിടിച്ചാൻ വേണ്ടി വന്നിട്ടുള്ളത്. വെള്ളം നല്ല കുറഞ്ഞുകൊണ്ട് തന്നെ ഏകദേശം മുട്ടിൻ്റെ താഴെ അല്ലാന്നുണ്ടെങ്കിൽ അരക്ക് താഴേക്ക് ഉള്ള വെള്ളം പല സ്ഥലങ്ങളിലുള്ളൂ. മാക്സിമം ആഴെന്ന് പറയുമ്പോൾ നമ്മളെ ഒരു നെഞ്ചിൻ്റെ താഴത്തേക്കാണ് മാക്സിമം ആഴം. അത്രയും വെള്ളം വറ്റിക്കണം. ഇതാണ് നമ്മളെ ഭാരതപ്പുഴയുള്ള അവസ്ഥയാണ്. കണ്ടില്ലേ, നമ്മൾ 100 മീറ്റർ വല തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എത്താത്തൊരു അവസ്ഥയിൽ. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി സമയമാണ്. ഫസ്റ്റ് വല നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആഷിഖത് അപ്പുറത്തുണ്ട്, അതേപോലെ തന്നെ റസാക്കൂൽ രണ്ടാളും കൂടിയാണ് വല കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഫിഷിങ് പറയുമ്പോൾ നമ്മൾ രാത്രി ആയിരുന്നു വന്നത്. ഏകദേശം മഗ്‌രിബ് കൊടുക്കാൻ സമയത്താണ് വന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ വീഡിയോ ക്ലിയർ ഇല്ലാത്തൊരു ഭയങ്കര വിഷയം ഉണ്ടായിരുന്നു. കാരണം രാത്രിയുള്ള വീഡിയോ ആണ്, പിന്നെ ടോർച്ചിൻ്റെ ലൈറ്റ് കൊണ്ടുള്ള ഈ മീൻപിടുത്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുറച്ചുകൂടി നേരത്തെ വന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഫിഷിംഗ് ഒക്കെ കാണിച്ചു തരണമല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ വന്നത്. എന്തായാലും ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ നമ്മളെ ഫസ്റ്റ് വല എന്തായാലും കരക്ക് കയറും. റസാക്ക ഉണ്ടാവും ഈ സൈഡിലാണ്. ഞാൻ പറഞ്ഞില്ലേ, അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ഇറങ്ങാനുള്ള സ്ഥലമില്ല. ആഷികത ആ തലക്കന്ന് വരുന്നു, അവൻ്റെ തന്നെ കണ്ടില്ലേ കഴുത്തിന് താഴെയുള്ള വെള്ളം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് വലത കരക്ക് കയറി. ഇത് നമ്മളെ സാപ്പിത കേട്ടോ. സാപ്പിനെ ഞാൻ നേരത്തെ കാണിച്ചു തരാൻ വിട്ടുപോയിരുന്നു. സാപ്പിത അതേപോലെ തന്നെ റസാക്ക് കരക്ക് കയറിയിരിക്കണം ഫസ്റ്റ് വലയും കൊണ്ട്. അങ്ങനെ നമ്മളെ ഫസ്റ്റ് വല കരക്ക് കയറിയിരിക്കാണ്. റസാക്ക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനൊക്കെ അവിടെയൊക്കെ എന്തേന്ന് വലിയെന്നാണ് അല്ല റസാക്കെ? ഇപ്പൊ തന്നെ ടോർച്ചാണോ? ആശിക്കിന്റെ ഓരോ തള്ളലാണ്. ഇപ്പൊ തന്നെ ടോർച്ചാണ്. എന്നിട്ടില്ല സൂര്യ അസ്തമിച്ചിട്ടും കൂടെ ഇല്ല. സൂര്യ ഒന്ന് പോവുകയും ചെയ്യട്ടെ. ആ ചെറുവാക്കിയുള്ള അതിന്റെ അകത്തുനിന്നാ പറഞ്ഞേ. ഐഡി ആയിരം കയറിപ്പോ കുളിക്ക ഉള്ളിൽ കൂടെ കയറി മീനെ പിടിക്കാം. അതിലൊക്കെ കയറിയാൽ മതി. മുക്കുവൻ ഡബിൾ സെറ്റ്. എന്തി ഡബിൾ സെറ്റ് ആശിക്ക? വല എന്തായാലും അടി ബന്ധുല്ല ചോട്ടിക്കണം. എവിടെ ആ ചിറകമ ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി രച്ചടി. ഞാൻ ചക്കപ്പണ്ണോടാണ് ലൈറ്റ് മിന്നേക്കണേ. രണ്ടെണ്ണോ? ഒരു പഠിക്കണ്ടോ? പക്ഷേ മറ്റേ ഒറ്റുമ്പോ ഇനി 2 ഒറ്റ മറ്റേ ഇതിക്ക് മണ്ടി വരുന്നതാണ്. മനസ്സിലാക്കില്ല നിങ്ങള്? കഴിഞ്ഞ ദിവസം ഫുള്ള് ഇരുട്ടത്തേന്നു.
ഇവരിവിടെ ഒരു കണ്ടു, പക്ഷെ ഏതാണ് നോക്കി. നമ്മൾ ഫസ്റ്റ് വലയത്തെ മീനുകളൊക്കെ എടുത്ത് രണ്ടാമത്തെ വല വലിച്ചപ്പോഴേക്കിനും ഇതാ രാത്രി ആയിട്ടോ. രണ്ട് വല നമ്മൾ വലിച്ചു കയറ്റപ്പോ അതിലുള്ള ചെറുഭാഗം മീനുകളാണ്. എന്തായാലും വലകളിൽ എന്തായാലും ചെറുത് എന്തായാലും കൊടുക്കും, കാരണം ചെറിയ കണ്ണിയുള്ള വലയാണ്. ബാക്കിയുള്ളത് നമ്മൾ വലിച്ചുകൂട്ടി എടുത്തിട്ട് നമ്മൾ വലുതിനൊക്കെ നമ്മൾ ഒറ്റലോണ്ട് പിടിക്കുകയും അതേപോലെ തന്നെ ചെറുമീനുകൾ നമ്മൾ വലയിൽ നിന്ന് എടുത്തിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു വലയും കൂടി വലിക്കുമ്പോൾ അത് താങ്ങൂല, കാരണം അത്രയും ചെറുമീനുകൾ ഇതിനകത്തുണ്ട്. കണ്ടില്ല, പറ്റ ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലുപ്പമുള്ള പരലുകൾ, അതേപോലെ തന്നെ പള്ളത്തി, കൂരമ്പരൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ പൂയാൻ അങ്ങനെയുള്ള മീനുകളാണ് കൂടുതലായിട്ട്. അപ്പോൾ മീനെ കുടഞ്ഞിട്ടാൽ ഞങ്ങളിങ്ങനെ പെറുക്കി കൊട്ടയ്ക്ക് അങ്ങനെ ഇടുക. ചിലപ്പോൾ അങ്ങനെ വാരിയെടുക്കുമ്പോൾ കൊട്ടയില് ചാടണ മീനല്ലേ എൻ്റെ കയ്യിൽ, ആഹാ മീനല്ലേ എൻ്റെ കയ്യിൽ. ഇതാണിപ്പോൾ നമ്മൾ രണ്ട് വല കയറിപ്പോൾ ചെറുമീൻ. ആ താഴത്ത് വെള്ള കാണുന്നത് നമ്മൾ ഐസാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ ഐസ് ക്യൂബ് കൊണ്ടാണ് വന്നത്, കണ്ടില്ലേ, ഒരു കവർ ഐസ്. തൽക്കാലം നമുക്ക് ഐസ് ഇങ്ങനെ ഇരിക്കട്ടെ, അതാണ് നല്ലത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ചതിന് മേലെ കൂടെ ഇടാം. തൽക്കാലം അതിൻ്റെ മേലെ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ്, കേട്ടിടാൻ പാടില്ല, അത്ര ഉള്ളു നമുക്ക്. ആ ചാടി അത് ഈ വീഡിയോ എടുക്കലും മീൻ പിടുത്തം കൂടി രണ്ടും കൂടി ആകുമ്പോഴുള്ള പ്രശ്നം കേട്ടോ. നമ്മൾ രണ്ട് വല വലിച്ച് കയറ്റപ്പുള്ള മീനുകളാട്ടോ. വലുതല്ലേ, ആ പിന്നെ അത് നരമ്പോ കുണ്ടിൽ അങ്ങനെ എടുക്കല്ലേ. ഇതിങ്ങനെ വീഡിയോ കാണുമ്പോൾ തോന്നുന്നു ചെറുതാണ്. ഐസ് പൊട്ടിച്ചിട്ടില്ല, ആ കവർ തന്നെയാണ്. നമ്മൾ ഇപ്രാവശ്യം വന്നേക്കിന് നമ്മള് ഐസ് ക്യൂബ് കൊണ്ടാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഐസ് ക്യൂബിട്ടാണ് അതിന്റെ മുകളിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ എന്തായി കുറച്ച് ഐസ് ക്യൂബ്സ് മേടിച്ചു. നമ്മൾ ഇത്രയും സമയം ഐസ് ക്യൂബ്സ് വെള്ളമാവാണ്ട് നിൽക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല. എപ്പോഴും നല്ല ക്യൂബായിട്ട് തന്നെ ഉള്ളത് കേട്ടോ. ഇതാണ് ഇപ്പൊ വലന്റെ അവസ്ഥ. എന്താണ് ഇങ്ങനെ കടന്ന് മിനുങ്ങണ്. നമ്മൾ ഈ രണ്ട് പ്രാവശ്യം വല വലിക്കുമ്പോഴാണ് നമ്മൾ ഇതിൽ നിന്നുള്ള ചെറുമീനുകളെ കൊട്ടല്ലേ. അപ്പോൾ നമ്മൾ ചെറുമീനുകളെ അങ്ങനെ എടുക്കണ വീഡിയോ കാണിച്ചില്ല, കാരണം 2-3 ആൾക്കാരെ പണിയാണ് അത്. കാരണം 2 ആൾ മീനെ എടുക്കണം, ഒരാൾ ടോർച്ച് അടിച്ച് കൊടുക്കണം, അതേപോലെ തന്നെ ഒരാൾ വല ഇങ്ങനെ മറ്റേ കൈ പിടിച്ച് നിൽക്കണം. ഇങ്ങനത്തെ 3-4 ആൾക്കാരെ പണിയാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂല. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണലുണ്ടല്ലോ വലയിൽ എത്ര മീൻ കിട്ടുന്നുള്ളത്. ചെറുമീനുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ 2 വലമെന്ന് കയറിയ മീനുകളാണ് കേട്ടോ. കൊട്ടൻ്റെതാ ഏകദേശം 3/4 ഭാഗമായി. അതേപോലെ തന്നെ അതാ നമ്മളെ ബടബട മീനുകളതാ നമ്മളിവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന തരണ്ട്, അതിനകത്ത് ഇട്ടച്ചിക്കാണ്. നിങ്ങൾ ചത്ത അങ്ങനെ കേടന്നു പോകും. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതൊക്കെ എന്ത് വലിപ്പുണ്ടെന്നറിയോ. ഇതിപ്പോൾ നമ്മൾ അവസാനത്തെ വലയിൽ കിട്ടിയതാണ് കേട്ടോ. മൊത്തം 3 വല വലിച്ചത്, 2 വലയത്തിലാണ് നമ്മളോട് പരത്തിട്ടിരുന്നത്. എന്താ ഇതിനകത്ത് ഒരു HD കണ്ണന്, അതേപോലെ തന്നെ ചക്കപ്പൊണ്ണന്മാരുണ്ട്, കണ്ണൻ കുട്ടികളുണ്ട്. ഇതിപ്പോൾ അവസാനത്തെ വലയിൽ കയറിയത് കേട്ടോ. ഏതായാലും ചെറുവാകതാ ആ വരണം.
പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ ചെറുമീങ്ങളെ ഈ വലമെന്ന് വേറെടുത്താൻ വേണ്ടിയിട്ടാണ്. വലിയ മീനുകൾ പറയുമ്പോൾ നമ്മൾ ഒറ്റലോണ്ട പിടിച്ചാൽ തീർന്നു. എന്തായാലും വലൻ്റെ ഉള്ളിൽ കൊടുക്കും. നമ്മൾ എത്ര വലിയ മീനിന് വേണ്ടി വന്നതെന്ന് പറഞ്ഞാലും ചെറുമീനുകൾ എന്തായാലും വലമുണ്ടാവും. അപ്പോൾ ഇതിനെത്തുമ്പോൾ എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം 100 മീറ്റർ വലമെന്നൊക്കെ നമ്മൾ ഈ മീനുകളങ്ങനെ ഓരോന്നായിട്ട് എടുക്കണം. അത് കുറച്ച് സമയം പിടിക്കുന്ന ഒരു പരിപാടി തന്നെ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ വലിയ വലിയ മീനുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതന്നെ ഏകദേശം ഒരു 4-5 കിലോ ഉണ്ട്. ഇതിൽ നിറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതാണിത്. നമ്മൾ ആകെ 3 വരി കളിച്ചിട്ടുള്ളൂ, അതിൽ കിട്ടിയാണ്. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടിയ മീനുകളാണിത് കേട്ടോ. വലിയ മീനുകൾ മാത്രമാണിത്. ഒരു കൊട്ട ചെറുമീനുകളുണ്ട്. അപ്പോൾ ഏകദേശം മീനുകൾ പറയുമ്പോൾ ഏകദേശം 1 കിലോന് 1.5 കിലോനൊക്കെ വലിപ്പമുള്ള അത്യാവശ്യം വലിയ ചക്കപ്പൊണ്ണന്മാരാണ്. കണ്ണനാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 1.5 കിലോ വരുന്ന കണ്ണനാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ചെറിയ മീനുകളായി തോന്നിട്ടല്ലേ, വലിയ മീനുകളാണ്. ഞാൻ പറയില്ല, ഏകദേശം 10-20 കിലോത്തിൻ്റെ അടുത്താണ് നമ്മൾ ഈ വലിയ മീനുകൾ മാത്രമുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചെറുമീനുകളുണ്ട് അതേ ലെവലിൽ. എണ്ണത്തിൽ വെച്ച് നോക്കുമ്പോൾ ചെറുമീനുകളാണ് കൂടുതലെന്നുണ്ടെങ്കിലും തൂക്കം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മീനുകളാണ് കൂടുതൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 20 കിലോത്തിൻ്റെ അടുത്ത് വലിയ മീനുകൾ മാത്രമുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറുമീനുകളും ഒരു സംഖ്യ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്ത മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും മറ്റും വീണ്ടും കാണാതെ വരെ ബൈ.